രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലാണ്. 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ആർക്ക് വേണ്ടി വാദിച്ചോ അയാൾ ഒളിവിലുമാണ്. ഇതൊരു പക്ഷേ നമ്മുടെ കേരളത്തിലെ പോലീസിൻ്റെ ചരിത്രത്തിൽ അപൂർവമായൊരു അറസ്റ്റാണ്. ആർക്ക് വേണ്ടി വാദിച്ചോ അയാൾ ഒളിവിൽ തുടരുകയും അയാൾക്ക് വേണ്ടി വാദിച്ചയാൾ ജയിലിനുള്ളിൽ കിടക്കുകയും ചെയ്യുന്ന സവിശേഷ സാഹചര്യമുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം ഈ രാഹുൽ ഈശ്വർ കുരുക്കാക്കി വെച്ചേക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മുന്നറിയിപ്പാണോ സുജയ? ഈ ജയിലിൽ പോക്കൊരു മുന്നറിയിപ്പാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള മുന്നറിയിപ്പല്ല. രാഹുൽ ഈശ്വറിനെ പോലെ ഒറ്റബുദ്ധിക്ക് ചാടി ഇറങ്ങുന്നവരെന്ന് പറയുമല്ലോ. ഇത് ശരിക്കും ഒറ്റബുദ്ധിക്ക് ചാടി ഇറങ്ങി ഇതൊക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഈ നിയമം എന്നെ അങ്ങനെ ജയിലിലേക്ക് അയക്കാൻ മാത്രം പര്യാപ്തമല്ല എന്ന് പറയുന്നത്. ഇതൊരു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മുടെ സൈബർ ഇടങ്ങളിലെ ദുരുപയോഗം സംബന്ധിച്ച് എടുത്തിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു ഓർഡർ എന്ന രീതിയിൽ വേണം നമ്മളതിനെ കാണാൻ. ഞാനതിൽ എൽസ കാത്തറിൻ ജോർജ് എന്ന അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം, ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ ഈശ്വർ ഇന്ന് ലാപ്ടോപ്പ് കണ്ടെടുക്കുന്നതിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ യാഗെന്ന വീട്ടിലേക്കുള്ള ആ പോക്കിൽ നടത്തിയ പ്രതികരണം. ഇനിയും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇനിയും പിന്തുണയ്ക്കും എന്ന് വലിയ ആർജവത്തോടെ പറയുന്നത് എങ്ങനെയാണ്? ഇതിൽ നിന്നൊക്കെ ഞാൻ നിഷ്പ്രയാസം ഊരിപ്പോരും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അമിത ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്, ഈ പെറ്റീഷണർ ജാമ്യ ഹർജി കൊടുത്ത രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ്, അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോസിലെ ഞാൻ ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ചിത്രം പങ്കുവച്ചിട്ടില്ല, ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറും പിന്നീട് രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിനു ശേഷം രാഹുൽ ഈശ്വറിന്റെ പങ്കാളിയും പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഈ സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സ് നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അതിജീവിതയുടെ ഫോട്ടോ കൊടുക്കുന്നതിന് പകരം AI ഫോട്ടോ കൊടുത്തത് വലിയ ബുദ്ധിയായിരുന്നു. എന്നാൽ പറഞ്ഞു വെച്ചത് എന്താണ് എന്നുള്ളതൊന്ന് റീകളക്ട് ചെയ്യാനായിട്ട് രാഹുൽ ഈശ്വർ വിട്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് പക്ഷേ കോടതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒന്നാം തരം തെളിവായിട്ട് മാറുകയാണ് ചെയ്തത്. മാത്രമല്ല ഇതേ രീതിയിലാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്ന വീഡിയോസിനെല്ലാത്തിനും ഒരു പൊതു സ്വഭാവമുണ്ട്. ആ പൊതു സ്വഭാവത്തിലൂടെയാണ് എപ്പോഴും എല്ലാ വീഡിയോയും ചെയ്യുന്നത്. മോണിറ്റൈസേഷനൊക്കെ നല്ലതാണ്. ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും മോണിറ്റൈസേഷൻ ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോസ് ചെയ്ത് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക താല്പര്യം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പബ്ലിസിറ്റിയാണ് എന്ന് കരുതുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം. പക്ഷെ അത് അപ് ടു ഏത് ലെവൽ വരെ എന്നുള്ളതൊരു വിഷയമാണ്. ഇവിടെ ലാപ്ടോപ്പ് ടെക്നോ പാർക്കിലെ ഓഫീസിലിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറയാം. ലാപ്ടോപ്പ് ടെക്നോ പാർക്കിലെ ഓഫീസിലിരിക്കുകയാണ് എന്ന് പോലീസിനോട് പറയുന്നു. അത് ആ വീഡിയോയിൽ നമ്മൾ കാണുകയാണ്. എന്നിട്ട് വീട്ടിൽ ഈ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്ന വീഡിയോ അത് ഷൂട്ട് ചെയ്യുന്നു. അറസ്റ്റിലായതിനു ശേഷം അത് അദ്ദേഹത്തിൻ്റെ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഭാര്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫോ ആരോ അവരത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത്രയും ബുദ്ധിമാനായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒളിപ്പിച്ചു എന്നുള്ളത് വീഡിയോ ആക്കി ചിത്രീകരിച്ച്, അയാൾ അറസ്റ്റിലായി കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ വിവരം കൂടി പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ശരിക്കും ലാപ്ടോപ്പ് എവിടെയാണ്, താക്കോൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും താക്കോൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സീനുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ ഈ എപ്പിസോഡ് നമ്മൾ കാണുന്നത്. ഇവിടെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയോടാണ് കേട്ടോ സ്വയം ഉപമിക്കുന്നത്. ഗാന്ധിജിയോട് ഉപമിച്ച് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ നിരാഹാരം തുടങ്ങിക്കാണും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പങ്കാളി അവിടെ അറസ്റ്റിലായ വേളയിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രിയൊക്കെ സുഖമായിട്ട് ഉറങ്ങി. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി. ജയിലിൽ ഇന്ന് നിരാഹാരമാണ്. ആ നിരാഹാര സമരം ജാമ്യം കിട്ടുന്നത് വരെ മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ പങ്കാളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാമ്യം നേടിയ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജാമ്യം കിട്ടുമായിരിക്കും. ബുധനാഴ്ചയാണല്ലോ നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഈ സിനിമയിലെ ഹീറോ എന്ന് നമുക്ക് പറയാവുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ അല്ലെങ്കിൽ ഏക പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകുന്നതും രാഹുൽ ഈശ്വർ പറഞ്ഞതും നമ്മൾ ചർച്ച ചെയ്യുന്നതും അടക്കമെല്ലാം കണ്ടുകൊണ്ട് എവിടെയോ സുഖമായിരിക്കുകയാണ്. അതാണ് ഇതിലെ ഒരു വിരുദ്ധോക്തി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അറസ്റ്റിലാകേണ്ടത് ആരാണ്, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത് ആരെക്കുറിച്ചാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന പ്രഡേറ്ററിനെ കുറിച്ചാണ്. ആ പ്രഡേറ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം സമാന പേരുകാരനായ സർവേ മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടും രാഹുലാണ്. അപ്പോൾ രാഹുൽ അറസ്റ്റിൽ, രാഹുൽ ജയിലിൽ എന്ന് പറയുമ്പോൾ അത് അതിജീവിത പെട്ടെന്ന് കാണുമ്പോഴേക്കും അവർക്ക് തോന്നും ഇയാളാണ് എന്ന്. പക്ഷേ എന്നാൽ അതല്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ ജയിലിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് അദ്ദേഹത്തിന്റെ സൗകര്യപ്രദമായ ഒരിടത്ത് വളരെ സുഖമായി ഇരിക്കുകയും ചെയ്യുന്ന ഒരു വിരുദ്ധോക്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ ഈശ്വറിന് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ഈ നിയമപരമായി അയാൾ നേരിടേണ്ട കാര്യങ്ങൾ, ആ പ്രൊസീഡിങ്സ് എന്നതിനപ്പുറം അയാൾക്കൊരു കൗൺസിലിംഗ് വേണമെന്നുള്ളത് എനിക്ക് അയാളുടെ ഇന്നത്തെയും പെർഫോമൻസ് കണ്ടിട്ട് ശരിക്കും തോന്നിപ്പോയി. കാരണം നമ്മൾ ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്കൊന്നുമല്ല കൊണ്ടുപോകേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ
അറിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ശരിക്കും ഒരു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് അപവാദം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ് നിർമ്മിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലല്ല കേട്ടോ കേരള സമൂഹം ഇനി രാഹുൽ ഈശ്വറിനെ കാണേണ്ടത്. കാരണം അയാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് അയാളുടെ പ്രതികരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ വൈദ്യപരിശോധന മാത്രം പോരാ ഇതുപോലെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് തന്നെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാൻ കൂടി സ്റ്റേറ്റ് തയ്യാറാകണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷവും തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഇത് വീണ്ടും ചെയ്യും, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ അത് ചെയ്തിട്ടില്ല, ജഡ്ജിക്ക് തെറ്റിയതാണ്, പോലീസിന് തെറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ വാദം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു രീതിയായിട്ട് കണ്ടാൽ തോന്നുകയില്ല. അതോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു സാധ്യത ആൾക്കൂട്ട ആവേശം. നേരത്തെ ആൻഡ്രോ സാർ സൂചിപ്പിച്ചതുപോലെ അമിതാവേശവും ആൾക്കൂട്ടത്തിന്റെ കൈയടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും, ഈ രണ്ട് ആവേശവും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയാണോ രാഹുൽ ഈശ്വറിന് എന്നതും അറിയില്ല. ഇനി മൂന്നാമത്തേത് മണ്ടനാണോ, ഇനി മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ലാഭം ഉണ്ടാക്കാൻ? ചിലർ അങ്ങനെയുണ്ടല്ലോ, മണ്ടനായിരിക്കില്ല പക്ഷെ മണ്ടനായിട്ട് അഭിനയിച്ച് എങ്ങനെയായാലും എനിക്കും കിട്ടണം പണം എന്ന ലൈനിൽ പോകും. അപ്പോൾ വേറൊരു കാര്യമുണ്ട് സുജി, പണ്ട് ഈ പഴയ കുറെ യൂട്യൂബർമാരുണ്ട്, 100 കേസുണ്ട് 150 കേസുണ്ട്, നമുക്കൊരു പ്രശ്നമില്ല, പിന്നെയും വീഡിയോ ചെയ്യാന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവരൊന്നും വിചാരിച്ചിട്ട് എന്താ അറിയോ, ഏത് കേസെടുത്താലും നമുക്ക് പ്രശ്നമില്ല. പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇങ്ങ് ഊരി പോരാം, അല്ലെങ്കിൽ ചെന്നൊരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങ് തിരിച്ചു വരാം. അത് അയാൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നൊന്നും എനിക്ക് അറിയില്ല, കാരണം അറസ്റ്റ് പോലും ഉണ്ടാകില്ല എന്നുള്ള ചർച്ച. വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എന്താ അറിയോ, ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിണറായി സർക്കാർ എന്നെ അറസ്റ്റ് ചെയ്യണം. എന്നെ അറസ്റ്റ് ചെയ്തു പറഞ്ഞു, അറസ്റ്റ് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു, ദാ ഇപ്പോൾ ജാമ്യം കൊടുത്തില്ല ജഡ്ജ്, ദാ ഇപ്പോൾ കിടക്കുന്നു പൂജപ്പുര ജില്ലാ ജയിലിൽ. അപ്പോൾ ഇത് നിയമം അറിയാം. ഇയാളുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, നിയമം അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് നിയമവും അറിയില്ല, സാമാന്യ ബുദ്ധി പോലും ഇല്ല എന്നുള്ളതാണ് ഈ പെർഫോമൻസിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു യാഥാർത്ഥ്യം. കാരണം നിയമത്തെക്കുറിച്ച് വലിയ വിശാരദനാണ് എന്ന് നടിച്ചുകൊണ്ടാണ് ഇത്രയും കാലം കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ മഹത് വചനങ്ങൾ പോലെ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നത്. ഏത് കേസായാലും ആ കേസിൽ പൊതു ബോധത്തിന് എതിരെ നിൽക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റാൻഡാണ് എപ്പോഴും രാഹുൽ ഈശ്വർ എടുക്കുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കും. ഇപ്പോൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡാണ്. എന്നിട്ട് പോയി എല്ലാ വള്ളിക്കെട്ടും പിടിക്കും, എല്ലാ വള്ളിക്കെട്ടും പിടിച്ചിട്ട് അതിൽ ഇതാണ് ശരി എന്ന് സ്ഥാപിക്കാനായി നല്ല ഒറേറ്ററി സ്കിൽസ് ഉള്ള ആളാണ് കേട്ടോ രാഹുൽ ഈശ്വർ. അയാളുടെ വാദം എന്തായാലും എത്ര വാദമാണെങ്കിലും അയാൾ അത് കൃത്യമായിട്ട് തന്നെ അതവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അയാൾ സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഇതുവരെയുള്ള വിഷയങ്ങൾ പോലെയേ അല്ല എന്നാണ് എൻ്റെ ബോധ്യം. ഇവിടെ ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത രീതിയിലാണ് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അയാൾ ഇടപെട്ടതും വർത്തമാനം പറഞ്ഞതും. ഇത് അതിജീവിതയുടെ പോരാട്ടത്തിന്റെ ആദ്യ വിജയമെന്ന് അടയാളപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിജീവിതയെ പൊതുസമൂഹത്തിലേക്കിട്ട് കൊത്തിവലിക്കാനായി കൊടുത്ത ഒരാൾക്ക് നിയമവ്യവസ്ഥയിൽ കിട്ടുന്ന ആദ്യത്തെ അടിയാണിത്. ഇങ്ങനെ ഒരു അടി ഒരിക്കലും രാഹുൽ ഈശ്വർ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നയിക്കുന്ന ആ ഒരു ബ്രിഗേഡിന് വേണ്ടിയാണ്. അവരൊക്കെ ഇപ്പോൾ കുറേയൊക്കെ നിശബ്ദരായിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് നോക്കിയാൽ കാണാം, സൈബർ സ്പേസിലെ ആ പഴയ മൂർച്ചയൊന്നുമില്ല, എല്ലാവരും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാളത്തിലേക്ക് ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചിലരൊക്കെ ഇപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ഈ രഞ്ജിത പുളിക്കൻ ഈ പ്രതിപട്ടികയിലുള്ള ആളാണ്, മരണം വരെ കോൺഗ്രസ്സുകാരിയാണ്, പക്ഷേ എന്നെ കോൺഗ്രസ് ഒന്നും പറയണ്ട എന്നൊക്കെ ഇപ്പോൾ പുതിയ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. മണിക്കൂറിന് ഇടവിട്ട് 3-4 മണിക്കൂർ കൂടുമ്പോഴേക്കും പോസ്റ്റ് ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. അവരും മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ഈ പരസ്പരം ടാഗ് ചെയ്ത് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന സന്ദീപ് വാര്യരും മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. പിന്നെ സുപ്രീം കോടതി വക്കീലിന്റെ കാര്യം അവരെന്തായാലും മുൻകൂർ ജാമ്യം തേടുമെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അവർ പുറത്തേക്കെങ്ങാണ്ട് പോകാനായിട്ടൊക്കെ നോക്കുന്നു, രാജ്യവിടാൻ നോക്കുന്നു എന്നൊക്കെ കണ്ടു. രാജ്യവിടാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ആളുകൾക്ക് കൂടി ഉചിതമായ ശിക്ഷ കിട്ടുന്നതോടുകൂടിയേ ഈ കാര്യത്തിൽ അവർക്കൊരു പൂർണ്ണമായ നീതി ഉറപ്പാവുകയുള്ളൂ. ബൈബിളിലെ ഒരു വാക്യം ആൻഡ്രോ സാറിന്റെ പെർമിഷനോടെ കൂടി പറയാം, ശരിയാണോ ഈ അവസരത്തിൽ ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. ഒരു വാചകമുണ്ടല്ലോ, നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൈബർ പോലീസാണ്. അപ്പോൾ അത്രയൊക്കെ ശക്തി നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട് എന്നുള്ളത് രാഹുൽ ഈശ്വറിനും ഇതുപോലെ എന്തും വിളിച്ചു പറയാമെന്ന് ധരിക്കുന്ന ഒരു ആൾക്കൂട്ടം കയ്യിലുണ്ടെങ്കിൽ, ഒരു സൈബർ പട കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാം, എനിക്ക് എതിരെ നിൽക്കുന്ന ആരെയും തകർക്കാം എന്ന് ബോധ്യമുള്ള ആളുകൾ ആരൊക്കെ ആയാലും, അതിന് ഏത് MLA ആയാലും ഏത് MP ആയാലും ഏത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായാലും അവർക്കുള്ള മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലായതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും പഠിച്ചാൽ അവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവരെ കൂടി എക്സ്പോസ് ചെയ്യണമെന്നേ, അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം. ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്? രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കാനായി ആളെ ഇറക്കിയിരിക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഒളിവിൽ പോയി എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിലെ യഥാർത്ഥത്തിലുള്ള അന്വേഷിക്കപ്പെടേണ്ട, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾ ഇപ്പോഴും ഒരു സേഫ് സോണിലാണ്. ആ സേഫ് സോണിൽ കൊണ്ടുചെന്ന് ഇരുത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് കൃത്യമായി അവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്നേ. അപ്പോൾ അറിയാമല്ലോ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന്. പാലക്കാട്ട് ആരാണ് കൊണ്ടുവന്ന് MLA ആയി മത്സരിപ്പിക്കുന്നതിന്, അതായത് ജനപ്രതിനിധിയായി മത്സരിപ്പിക്കുന്നതിനായി പാലക്കാട് മണ്ഡലത്തിൽ കൊണ്ടുചെന്ന് ഇറക്കിയത് ആരാണ്? അവിടുത്തെ മുൻ MLA ആണ്. ആ മുൻ MLA അടക്കമുള്ള ആളുകൾ പറയണം
ഇയാൾ എവിടെയാണെന്ന്, അല്ലെങ്കിൽ ഇയാളെ എനിക്ക് അറിയില്ല, ഇയാളുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് നിഷേധിക്കണം. അല്ലാതെ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് സെൽഫി എടുത്ത് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടില്ല എങ്കിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും വലവിരിച്ച് അന്വേഷിക്കാൻ ADGP പറഞ്ഞിട്ടുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുത്തിയ ആളോട് ഇതുവരെ തിരക്കിയോ എന്തെങ്കിലും കാര്യങ്ങൾ? അല്ലാതെ ഫെനി നൈനാനെ ഒന്നും തേടിപ്പോയിട്ട് കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇനിയെങ്കിലും അന്വേഷണ സംഘം എത്തിയില്ല എങ്കിൽ ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള തന്ത്രമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം ധരിക്കുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. Meet the editors.